ഇറാനിലെ ഖമനൈ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ ഇറാനിയൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അൽ ജസീറ പറയുന്നത്. വിവരങ്ങളുമായി അനുപമ ചേരുന്നുണ്ട്. അനുപമ, നേരത്തെ തന്നെ ട്രംപും നെതന്യാഹുവും പ്രഖ്യാപിച്ചിരുന്നതാണ് ഖമനയുടെ കൊലപാതകം. ഇപ്പോൾ എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? പ്പെടുകയാണ് പശ്ചിമേഷ്യയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ലോകക്രമത്തെ തന്നെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അലി ആയത്തുള്ള ഖൊമനെയി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഇറാനിയൻ മാധ്യമങ്ങളായിട്ടുള്ള ഫാർസും തസ്നീമുമാണ് ഈ ഒരു വാർത്ത പുറത്തുവിടുന്നത്. കുടുംബം കൊല്ലപ്പെട്ട വാർത്ത നേരത്തെ തന്നെ ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിനുശേഷം ഈ ഒരു വാർത്തയിൽ, വലിയ വാർത്തയിൽ സ്ഥിരീകരണം വരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ആയത്തുള്ള ഖമനി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഏത് വിധത്തിലാണ് ആക്രമണം എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ആക്രമണം, ടെഹ്റാനിലെ ആക്രമണത്തിൽ ഇന്നലെയാണോ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടാവുന്നില്ലെങ്കിൽ തന്നെയും ഈ അമേരിക്കൻ പ്രസിഡന്റ് അവകാശപ്പെട്ടതുപോലെ, ഇസ്രയേലി പ്രധാനമന്ത്രി അവകാശപ്പെട്ടതുപോലെ ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയിൽ ഇറാനിയൻ മാധ്യമങ്ങൾ തന്നെ ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം നൽകുകയാണ്. ഹർഷൻ, റൈറ്റ്, വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഇറാനെ സംബന്ധിച്ചിടത്തോളം, ഈ യുദ്ധ നീക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. ഖമനൈ കൊല്ലപ്പെട്ടു എന്ന് ചില ഇറാനിയൻ മാധ്യമങ്ങൾ കൂടി സ്ഥിരീകരിക്കുന്നുവെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ആയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ടാൽ എന്തായിരിക്കും ഇനി തുടർന്നങ്ങോട്ടുള്ള നീക്കങ്ങൾ എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. ഇനി ഇറാനെ ആര് നയിക്കും എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് കൂടിയുള്ള ഉത്തരം ഇറാൻ തന്നെ വൈകാതെ കണ്ടെത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ട്രംപ് ട്രംപ് ഒരു ദീർഘകാല യുദ്ധത്തിൽ താല്പര്യമുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ ട്രംപ് ഉറപ്പാക്കാൻ പരമാവധി ശ്രമിച്ചത് ഈ ആക്രമണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതൃത്വത്തെ ഇല്ലാതാക്കുക, അവിടെ ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരിക, വളരെ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്നതായിരുന്നു. ആ ആലോചനയുടെ ബാക്കിയായാണ് വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ആക്രമണത്തിലേക്ക് ഇസ്രയേലും അമേരിക്കയും പോയത്. ആ ആക്രമണത്തിൻ്റെ ബാക്കിയായാണ് ഇപ്പോൾ ഖമനൈ കൊല്ലപ്പെട്ടതായുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് പുറത്തു വരുന്നത് എന്നതാണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്നു ആയത്തുള്ള അലി ഖമനൈ. നമുക്കറിയാം, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആദ്യം ഇത് സംബന്ധിച്ചുള്ള, നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപുമാണ് ആദ്യം ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്. ഖമനൈ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഈ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഏറ്റവും നൂതനമായ ട്രാക്കിംഗ് സംവിധാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഖമനൈക്കും കഴിഞ്ഞില്ല എന്നാണ് ട്രംപ് അതേക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഏതാണ്ട് ഇസ്ലാമിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു ഖമനൈ. ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയുടെ മരണത്തിന് പിന്നാലെയാണ് 1989 ഖമനൈ ഈ ഇറാന്റെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ നേതാവായി വന്നത്, അതിൻ്റെ പരമോന്നത നേതാവായി വന്നത്. ലോകമെമ്പാടുമുള്ള ഷിയാകളുടെ നേതൃത്വത്തിലേക്ക് അദ്ദേഹം വന്നത്. പഹ്ലവി രാജവാഴ്ച അവസാനിപ്പിച്ച വിപ്ലവത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട പ്രത്യയശാസ്ത്ര ശക്തി അത് ഖൊമേനിയാണ്. അതോടൊപ്പം തന്നെ തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നത് ഖമനൈയാണ്. ആ സൈനിക സംവിധാനത്തെ നയിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഖമനൈ ആയിരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇറാൻ രൂപപ്പെട്ടതിന് ശേഷം, ഈ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള പുതിയ ഇറാന്റെ പരമോന്നത നേതാവ് എന്ന നിലയ്ക്ക് ഖൊമേനി വരുമ്പോൾ ഖൊമേനിക്ക് തൊട്ടു പിന്നാലെ അതിൻ്റെ സൈനിക നേതൃത്വത്തെ നയിച്ചിരുന്ന ഖമനൈയാണ്. ആദ്യന്തം സൈനിക നേതൃത്വത്തിൻ്റെ നിയന്ത്രണം കയ്യിലുണ്ടായിരുന്നയാൾ ഖമനൈയാണ്. ആ ഖമനൈയാണ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇറാന്റെയും ഇസ്രായേലിൻ്റെയും പ്രിസൈസ്ഡ് ആയിട്ടുള്ള ആക്രമണത്തിൽ ഇപ്പോൾ ഖമനൈ കൊല്ലപ്പെട്ടിരിക്കുന്നു. സൂക്ഷ്മമായ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സൂക്ഷ്മമായ വിവരവിനിമയം ഈ ഘട്ടത്തിൽ നടന്നിട്ടുണ്ട് എന്നതുകൂടി ഉറപ്പാക്കാവുന്നതാണ് ഈ വാർത്തയുടെ സ്ഥിരീകരണത്തിലൂടെ. 1980കളിൽ ഇറാഖുമായുള്ള രൂക്ഷമായ യുദ്ധം ഇറാൻ നയിച്ച ഘട്ടത്തിൽ ഇദ്ദേഹമായിരുന്നു പ്രസിഡൻ്റായി ഉണ്ടായിരുന്നത്. ഖൊമേനിയാണ് അന്ന് പരമോന്നത നേതാവെങ്കിൽ അന്ന് ഖമനൈയാണ് ഇറാൻ്റെ പ്രസിഡൻ്റായി ഉണ്ടായിരുന്നത്. ഇറാഖ് യുദ്ധം ഏറെ ആ കാലത്ത് 80കളിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമായി നിൽക്കുമ്പോൾ ലോകം ഉറ്റുനോക്കിയ, ലോകം ആശങ്കപ്പെട്ട യുദ്ധമായി ഇറാഖ് യുദ്ധം നിൽക്കുമ്പോൾ ആ യുദ്ധത്തിൽ ഇറാനെ നയിച്ച നേതാവ് കൂടിയാണ് ഈ ഘട്ടത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെടുന്നത്. അങ്ങനെ ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലത്തെ
ലോക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖം ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്ത, ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ശക്തമായ തിരിച്ചടി ഇറാൻ, ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇറാൻ രൂക്ഷമായ തിരിച്ചടി ഈ 8 രാജ്യങ്ങൾക്കും നേരെ നടത്തുന്നത് എന്നതുകൂടിയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർച്ചയായ ആക്രമണങ്ങളിലേക്ക് ഇറാൻ പോയത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്.